ഹലോ, വെൽക്കം ടു മംസ് റുട്ടീൻ. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ 3-4 ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരു ചെറിയൊരു തിരക്കിലൊക്കെ പെട്ടുപോയി. പിന്നെ നമുക്ക് സമയമാണല്ലോ മെയിൻ പ്രശ്നം. സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ എല്ലാതും മാറ്റി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ പുറത്ത് എന്തെങ്കിലും പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾക്ക് കൂടാനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ വീഡിയോ എടുക്കുന്ന ടൈം നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് എന്തൊക്കെ വീഡിയോസൊക്കെ നമുക്ക് വൈകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്നും പതിവ് പോലെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നല്ല മഴയാണില്ലേ, ഇന്നൊക്കെ നല്ല മഴയാണ്. ഇന്നലെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ പുറത്ത് ജസ്റ്റ് ഒന്ന് നടന്നതിന് ശേഷം നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണീറ്റ ഉടനെ നമ്മൾ ചെയ്യുന്ന പരിപാടി ഇതാണ്. ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കും. ഒരു 10 മിനിറ്റ് മതിയല്ലോ നമുക്കൊന്ന് വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് വൃത്തിയാക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചൊരിട്ട് കഴിഞ്ഞിട്ട് നമ്മളെ വീട് നല്ല ക്ലിയർ ആയിട്ട് കിടക്കൂലേ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് നമ്മൾ ഓർഡറിൽ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും കേട്ടോ. സമയത്തെ കൊല്ലുന്ന 2 വില്ലന്മാരാണ് നമുക്കുള്ളത്. അത് ഒന്നാമത്തത് മടി, രണ്ടാമത്തത് ഫോണാണ് കേട്ടോ, മൊബൈൽ ഫോണാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് കിട്ടും. നമ്മളെ പണികളെടുക്കാനും നമ്മൾ സെൽഫ് കെയറിനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരുപാട് സമയം നമുക്ക് കിട്ടും. അപ്പോൾ സമയമില്ല എന്നുള്ള ആളുകൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് വേഗം നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യട്ടെ. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക, പിന്നെ അത് ചെയ്യുക, അങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ലഞ്ച് ബോക്സ് റെഡിയാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മോള് രാവിലെ നേരത്തെ പോകും. അപ്പോൾ വേഗം ആക്കിയെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ എണീക്കലുണ്ട്. നേരത്തെ എണീറ്റിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഓരോന്നായി ചെയ്തെടുക്കലാണ്. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നിട്ട് ഒന്ന് റിലാക്സ് ആയിട്ടാണ് നമ്മൾ നട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെൻ്റെ കാലിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇന്നൊരു പരിപാടി ഉണ്ട് നമുക്ക്. അപ്പോൾ ഒരു 10 മിനിറ്റ് അങ്ങനെ ഞാൻ കഴിക്കണ സമയത്ത് കാലിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിത് കഴിക്കും. നട്സും ഒരു മുട്ട എടുക്കും, അല്ലെങ്കിൽ ഒരു പഴം ഉണ്ടെങ്കിൽ അത് പുഴുങ്ങിയിട്ട് അതെടുക്കലുണ്ട്. അങ്ങനെ രാവിലെ നമ്മളെന്തെങ്കിലും കഴിക്കാതിരിക്കുമ്പോഴേ ഞാൻ സിറ്റ് ഔട്ടിൽ പോയിരുന്നിട്ട് അങ്ങനെ കഴിക്കലാണ്. ആ സമയത്ത് നമ്മൾ ഫോണായിട്ടാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇരുന്നിട്ട് നമ്മൾ കഴിക്കുന്ന സമയം നമുക്കൊരു അരമണിക്കൂറായി മാറും, അല്ലെങ്കിൽ അത് 1 മണിക്കൂറായിട്ട് മാറും. അപ്പോൾ അതാണ് നമ്മൾ പണിയുടെ ഇടയിൽ നമ്മൾ ഈ റെസ്റ്റ് എടുക്കുന്ന ടൈമിലൊക്കെ നമ്മൾ ഈ ഫോൺ എടുക്കരുതെന്ന് പറയുന്നത്. നമ്മൾ പണി കഴിയുന്നവരെ നമ്മൾ ഫോൺ മാറ്റി വെക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഫോൺ കാണുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ ഒരു സമയം കിട്ടും. നമ്മുടെ സെൽഫ് കെയറിനൊക്കെ നമ്മൾ എല്ലാത്തിനും നമുക്ക് സമയം കണ്ടെത്തട്ടാ. അപ്പോൾ ഞാൻ ആ 10 മിനിറ്റ് അവിടെ ഇരിക്കുന്ന സമയത്ത് കാലിൽ മൈലാഞ്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വലിഞ്ഞ് കിട്ടും എനിക്ക്. പിന്നെ നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാലും കാലിൻ്റെ മുകളിൽ നിന്ന് പോകുന്നില്ല. പിന്നെ പണി കഴിയോളം ഞാനത് കാലിലിടലുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യലിട്ട. അപ്പോൾ നമുക്ക് എല്ലാത്തിനും നമ്മൾ തന്നെയാണ് സമയം കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മളെ സമയത്തെ കൊല്ലുന്ന 2 വില്ലന്മാരാണ് ഞാൻ പറഞ്ഞു തന്നത്. മൊബൈൽ ഫോണും മടിയാണ്. മടി വരുമ്പോഴാണ് നമ്മൾ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, അല്ലെങ്കിൽ പണിയുടെ ഇടയിലുള്ള ഈ റെസ്റ്റ് എടുക്കൽ ഒഴിവാക്കട്ടോ. വേഗം സ്പീഡപ്പായിട്ട് നമ്മളെ പണികളൊക്കെ തീർക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് പരിപാടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. വൈകിട്ട് നമുക്ക് കല്യാണമാണ്, ഒരു റിസപ്ഷനാണ്. അപ്പോൾ അതിന് പോകാണ്ട് നമ്മൾ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് വെത്തൽ മീനും നമ്മൾ ഇതുമാണ് ചെമ്മീനുമാണ്. അപ്പോൾ ഇന്ന് ചെമ്മീൻ എടുക്കാമെന്നാണ് കരുതുന്നത്. വെത്തൽ ഞാൻ മാറ്റി വെക്കുകയാണ്. വെത്തൽ മീനായാലും എന്ത് മീനായാലും നമ്മൾ ഫ്രീസറിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് ബോക്സിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ നല്ല ഫ്രഷോട് കൂടിയിരിക്കും. അങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാ മീനും വെക്കലിട്ട്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ 2-3 ഐറ്റംസൊക്കെ ഒന്ന് വാങ്ങും, എന്നിട്ട് നമ്മൾ മാറ്റി വെക്കലാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ആണുങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, പുറത്ത് പോയിട്ട് കൊണ്ടുവരാൻ ആളില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ വരുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ വന്ന് മീൻ വണ്ടിയൊക്കെ ഇവിടെ വരും കേട്ടോ, നമ്മളെ വീട്ടിൽ വരും. പക്ഷെ ഞാൻ അങ്ങനെ എന്നും അങ്ങനെ വരുത്തലില്ല. ഇവിടെ മീനിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിയിട്ട് തന്നെ 2-3 ഐറ്റം വാങ്ങിയിട്ടുണ്ട്, മാറ്റി വെക്കലാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് എടുക്കല. അപ്പോൾ എത്ര ദിവസം ഇരുന്നാലും അങ്ങനെ ഇരുന്നാൽ
നല്ല ഫ്രഷ് തന്നെ ഉണ്ടാവും വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനെന്താ ചെമ്മീൻ തൊലിച്ചെടുക്കുകയാണ് ഇനി ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ സമയം നമ്മൾ തെറ്റാതെ വേഗം എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞ് ഇനി കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ പോയല്ലോ ഇനിയൊന്ന് 5 മിനിറ്റ് ഇരിക്കട്ടെ എന്നൊന്നും വിചാരിക്കരുതിട്ട് നമ്മളെ പണി വേഗം തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ചെമ്മീൻ തൊലിക്കാൻ കുറച്ച് എല്ലാവർക്കും ഒരു മടിയുള്ള പരിപാടിയാണ്. എനിക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല ആദ്യമൊന്നും. അപ്പോൾ ഒന്നാമത്തത് ഇത് എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ചെമ്മീൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് കളയാൻ അതിൻ്റെ പുറത്ത് കൂടെ ഒരു വരമാതിരി ഒരു നൂല് സംഭവം ഉണ്ടാവുമല്ലോ, അത് അതിൻ്റെ ഒരു വേസ്റ്റാണ്, അതൊക്കെ കളയേണ്ടതാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു അറപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ഇത് തൊലിക്കാനൊക്കെ ഒരു മടിയായിരുന്നു എനിക്ക്. ഞാൻ മീൻ നന്നാക്കലായാലും എല്ലാ പണികളും എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പഠിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ കല്യാണത്തിന് മുന്നേ ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒന്നിനും സമയം കിട്ടുന്നില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഓരോരോ പണികൾ ഞാൻ പഠിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ചെമ്മീൻ തൊലിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ നല്ല സ്പീഡിൽ ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ പുറത്തൊരു ഇതുണ്ടല്ലോ, അത് കളയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തൊലിച്ചിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കട്ടെ. എന്നിട്ട് ആ ഒരു നൂലുമായിട്ടുള്ള സംഭവം ഒരു ഭാഗത്തു നിന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിയിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് വലിച്ചെടുത്താൽ മതി. ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, അത് ബോക്സിൽ അത് നമ്മളെ ഈ ചെമ്മീനിലിടണ്ടാന്ന് എഴുതിയിട്ട് അതിൻ്റെ ഈ വേസ്റ്റ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ 2 പാത്രം എടുത്തിട്ടാണ് ചെമ്മീൻ നമ്മൾ സാധാരണ ചെയ്യൽ. തൊലി വേറെ, തൊലിയും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേറെ, പിന്നെ ചെമ്മീൻ വേറെ ആക്കി വെക്കലാണ്. അപ്പോൾ ഇന്നിപ്പോൾ പാത്രമൊന്നും അധികം പരത്തണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് വലിപ്പമുള്ള ചെമ്മീനുമായിരുന്നു. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ തൊലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെമ്മീൻ വെച്ചിട്ട് നമ്മളെ പേളിമണിൻ്റെ വൈറലായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കുറേ മുന്നുള്ളൊരു വീഡിയോ ആണ്, ഒരു 3 വർഷമൊക്കെ മുന്നുള്ളൊരു വീഡിയോ ആണ് പേളിമണിൻ്റെ. എല്ലാ വീഡിയോസും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലേഡിയാണ്, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള നല്ല ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേളിമണിനെ. അപ്പോൾ നമ്മളിതാ കൈ കഴുകിയിട്ടുണ്ട്, കൈ കഴുകട്ടെ. അപ്പം ഞാൻ അവിടെ കിച്ചണിൽ എപ്പോഴും നമ്മൾ നിർബന്ധമായിട്ട് വെക്കേണ്ട 2 സാധനങ്ങളാണ്. ഒന്ന് ഇത് നമ്മൾ ഹാൻഡ് വാഷ്, ഇതുപോലെ മീനൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ കൈ കഴുകാൻ നമ്മൾ എരിവുള്ള സംഭവങ്ങൾ കഴുകിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് കൈ കഴുകി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോളൊക്കെ ഓടാതെ കിച്ചണിൽ തന്നെ നമ്മളിത് സെറ്റാക്കി വെക്കുക കേട്ടോ. നമ്മളൊരു ഹാൻഡ് വാഷ് എന്തായാലും വെക്കണം, പിന്നെ കൈ തുടക്കാൻ വേണ്ടിയിട്ട് ഒരു ടവലും വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സിനും കാര്യങ്ങളും ഒന്നും ആവില്ല കേട്ടോ. നല്ല വൃത്തിപോലെ നമുക്ക് പണിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഈ ചെമ്മീനൊന്ന് ഇതാക്കണം, മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ 1 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് നമ്മൾ കുറച്ച് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കുഴച്ചിക്കാണ്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിലേക്കുള്ള വലിയ ഉള്ളി കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ പേളിമണിൻ്റെ വീഡിയോ ഞാൻ കണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ മിന്നാന്ന് കണ്ടതായിട്ട് വെറുതെ ജസ്റ്റ് ഇങ്ങനെ പഴയ വീഡിയോസൊക്കെ ഇരുന്ന് കാണും. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്നുള്ളത്. എല്ലാ വീഡിയോസും നല്ല രസമാണല്ലോ കാണാൻ, അവരുടെ അവതരണം സൂപ്പറാണ്. അപ്പോൾ ഞാൻ വെല്ലുള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെമ്മീനൊന്ന് ആദ്യം ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ആവണ പാത്രങ്ങൾ അപ്പോൾ തന്നെ ഉണ്ട് കഴുകിയെടുക്കട്ടെ, അങ്ങനെ ശീലിക്കുക. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ നമ്മളെ സിങ്കിൽ കൂടി കിടക്കില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിക്കരുത്. പാത്രം ചുരുക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ആയ പാത്രങ്ങൾ അപ്പം തന്നെ കഴുകിയേക്കാനും ശ്രമിക്കട്ടെ. അപ്പോൾ നമ്മൾ കിച്ചൺ എപ്പോഴും നല്ല വൃത്തിയായിരിക്കും. പിന്നെ എന്താ, ഞാൻ അപ്പുറത്തൊരു ചട്ടി വെച്ചിട്ടതിൽ കുറച്ച് മത്തൻ കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇന്ന് മത്തൻ കൂട്ടാനും ഈ ചെമ്മീൻ റോസ്റ്റും തന്നെ ഉണ്ടാക്കണുള്ളൂ. പിന്നെ വൈകിട്ട് പരിപാടിയാണല്ലോ, അപ്പോൾ ഇന്ന് ഇത് മതി നേരിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കലില്ല. ചെറുതായിട്ട് ഇഷ്ടപ്പെട്ട 1-2 ഐറ്റംസ് അത്രേ ഉള്ളൂ. അതാ പിന്നെ നമ്മൾ വേറൊരു പാത്രം വെച്ചത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 വലിയ ഉള്ളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. വലിയ ഒരു സൈസില്ലാത്തൊരു മീഡിയം ടൈപ്പ് വലിയ ഉള്ളി 2 എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളി ഇതൊക്കെ വഴന്ന് വന്നപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ള ചെമ്മീൻ റോസ്റ്റാണ്. പക്ഷേ അവരുണ്ടാക്കുമ്പോൾ അതിൻ്റെ അവതരണത്തിൻ്റെ ശൈലി കൊണ്ടും പിന്നെ നമുക്കത് കാണുമ്പോൾ ഉണ്ടാക്കി നോക്കാമെന്ന് ചെയ്തിട്ടോ. സിമ്പിളായിട്ടാണ്, എന്നാൽ അത്യാവശ്യം ടേസ്റ്റുള്ളൊരു ചെമ്മീൻ റോസ്റ്റ് തന്നെയാണ്. ഞാൻ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുമ്പോൾ
വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇത് ഫ്രൈ ചെയ്യാതെയാണ് ചെമ്മീൻ ഇട്ട് കൊടുക്കൽ, എണ്ണ ചുരുക്കാമെന്ന് ചെയ്തിട്ട്. പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളക്കുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സിമ്മിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് അങ്ങനെ സിമ്മിൽ കിടന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ വറ്റി നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചോറൊക്കെ കുഴച്ച് കഴിക്കാനും ചപ്പാത്തിക്കൊക്കെ നല്ല സ്യൂട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും കൂടുതൽ പടിയും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ടേസ്റ്റുള്ളൊരു ചെമ്മീൻ റോസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളെ പേളിമണീൻ്റെ വയറിൽ ചെമ്മീൻ റോസ്റ്റ് കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കലും കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചോറ് ഞാൻ വിളമ്പി എടുക്കണം കൂടി ഉണ്ട്. കുളി രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ കുളിക്കുന്നതാണ്. ഇനി വൈകിട്ട് പോകാനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ പണീൻ്റെ ഇടയിലൊന്നും ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ കുട്ടികൾ സ്കൂൾക്ക് പോകുന്ന സമയത്തൊന്നും നോക്കൂട്ടോ, എന്തെങ്കിലും ടീച്ചേഴ്സ് എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ എന്നുള്ളത്. അല്ലാതെ ഒന്നും ഞാൻ എടുക്കലില്ല, പെട്ടെന്നാണല്ലോ അവധിയൊക്കെ പറയല്ലേ. ഇനി നമ്മളിതാ വൈകിട്ടാണ് വീഡിയോസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്ന കുട്ടികളെ ഫോട്ടോസും എൻ്റെ ഫോട്ടോസൊക്കെ എടുക്കലുണ്ട് കേട്ടോ. പോണ സമയത്ത് നമ്മൾ കാക്ക് ഇങ്ങനെ വിട്ടുകൊടുക്കും. നമ്മളെ കുടുംബത്തിലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ അവിടുത്തെ വീഡിയോസും പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പോകണതൊക്കെ എടുത്തിട്ട് വിട്ടുകൊടുക്കലുണ്ട്. അവർക്കതൊരു രസം. അപ്പോൾ അങ്ങനെ വെറുതെ ഫോട്ടോസ് എടുത്ത് അപ്പോൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. കുട്ടികളതൊന്നും ആഡ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല, അവർക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ വീഡിയോസിലൊന്നും കാണിക്കുന്നത്. ഉമ്മാനൊക്കെ അങ്ങനെ തന്നെയാണ്, അവർക്കാർക്കും വലിയ ഇഷ്ടമില്ല. അതാണ് വീഡിയോസിൽ വല്ലാതെ കാണിക്കാത്തത്. അപ്പോൾ നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫങ്ഷൻ ഇടയിൽ നമ്മൾ പോകാണ്ട് അപ്പോൾ നമ്മളെ കുക്കിങ്ങും വീട്ടിലത്തെ ക്ലീനിങ്ങും എന്നും ചെയ്യുന്ന പരിപാടികളൊക്കെ എന്നും ചെയ്യാനും നമ്മളെ സെൽഫ് കെയറിനൊക്കെ നമ്മൾ സമയം കണ്ടെത്താൻ നമ്മളെ 2 കാര്യങ്ങൾ നമ്മളണ്ട് മാറ്റി വെച്ചാൽ മതി. മടിനെയും നമ്മളെ ഫോൺ മാറ്റി വെച്ചാൽ തന്നെ എല്ലാത്തിനും സമയം കിട്ടും. ഓരോ വീട്ടമ്മയുടെയും പണികളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കാരണം ഒരുപാട് അംഗങ്ങളുള്ള വീട്ടിലൊക്കെ അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ അതിനനുസരിച്ച് ഒരു ഓർഡറിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകട്ടെ എല്ലാവരും. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. പിന്നെ മുന്നത്തെ വീഡിയോസും കൂടി ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ എന്തായാലും അറിയിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.